നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ആക്കുളം പാർക്കിന് എതിർവശത്തായിട്ടാണ്. ഇവിടെ വിശാലമായ ആളുകൾക്ക് ഇരിക്കാനും കായൽ തീരത്തിരുന്ന് ആസ്വദിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ വൃത്തിയില്ലായ്മ തന്നെയാണ്. ഇവിടുത്തെ കായൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരുപാട് അഴുക്കുകളും ഒരുപാട് ചവറുകളും ഒക്കെയാണ് കായലിൽ കൊണ്ട് തള്ളിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, LDF സർക്കാർ എത്രത്തോളം തിരുവനന്തപുരം നഗരത്തെ അതീവ സുന്ദരമായി കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ അവർ വിജയിക്കുന്നുമുണ്ട്. പക്ഷെ ഇത് സർക്കാരിന്റെ മേൽ നമുക്ക് ഒരിക്കലും പഴിചാരാൻ സാധിക്കുകയില്ല. ഇത് ജനങ്ങളുടെ പ്രശ്നം തന്നെയാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ബിയർ കുപ്പികൾ അടക്കം ഇവിടെ ഇട്ടിട്ടുണ്ട്. രാത്രികളിൽ ഇവിടെ വന്നിരുന്ന് ബിയർ കുടിക്കുന്നതോ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചവറുകൾ തള്ളിയിടുന്നതോ മനുഷ്യരുടെ കുറ്റം മാത്രമാണ്. അതിന് നമുക്ക് ഒരു സംവിധാനത്തെയോ ഒരു പാർട്ടിയോ കുറ്റം പറയുന്നതിൽ ഒരർത്ഥവും വരുന്നില്ല. ഇവിടെ വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. തിരുവനന്തപുരം നിവാസികളുടെ കടമ തന്നെയാണ്, നമ്മുടെ അവകാശം തന്നെയാണത്. അതുകൊണ്ട് ഇവിടെ മലിനമാക്കാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടെ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു സുന്ദരമായ കായലിനെ, സുന്ദരമായ ഒരു ആക്കുളത്തെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് ജനങ്ങളാണ് ആക്കുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനായി. ലുലു മോളിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് റഷ് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആക്കുളം പാർക്ക് തന്നെ അതീവ സുന്ദരമാണ് എന്നുള്ളത് ആക്കുളം പാർക്കിലേക്ക് വന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. അതും കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് എത്രത്തോളം ഭംഗിയായി അതിനെ കൊണ്ടു നടക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് എതിർവശത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ തൊട്ട് എതിർവശത്താണ് ഇത്രയും മലിനമായി ഇവിടെ കിടക്കുന്നത്. ഒരിക്കലും ഒരു സർക്കാരിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. നമ്മൾ തന്നെയാണ് ഇത് വൃത്തിയാക്കേണ്ടതും. ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.